പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സംഘർഷം ലഘൂകരിക്കാൻ ആഹ്വാനം ചെയ്ത് ഇന്ത്യ ഇരു രാജ്യങ്ങളിലും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും മറ്റു മാർഗമായ നയതന്ത്ര പരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആക്രമണങ്ങളിലും മറ്റും ഇന്ത്യ ഖേദിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന് വളരെയധികം ആശങ്കാജനകമായ കാര്യമാണ്. ഇതിനോടകം വലിയ മനുഷ്യ ദുരിതങ്ങൾക്ക് കാരണമാവുകയും ഊർജ്ജ വിതരണത്തെ ബാധിക്കുകയും ചെയ്തു. 100 ദിവസത്തിലേറെയായി നിലനിൽക്കുന്ന സംഘർഷം വലിയ ദുരിതങ്ങൾക്ക് കാരണമായെന്നും ആഗോള സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉടനടി ലഘൂകരിക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഇന്ത്യ അഭ്യർത്ഥിച്ചതായി മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിവിധ നഗരങ്ങളിലായി നടന്ന സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടി. ഇസ്രായേൽ ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സൈനിക ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി രൂക്ഷമാവുകയായിരുന്നു. ഏപ്രിലിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ നടപ്പിലാക്കിയിരുന്നു. എന്നാൽ ഇസ്രായേലും ഇറാനും തങ്ങളുടെ യുദ്ധത്തിന്റെ 100ാം ദിവസത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയായിരുന്നു. അതോടെ മേഖലയിലെ സ്ഥിതിഗതികൾ വീണ്ടും സങ്കീർണമായി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന് പുറമെ ഇസ്ഫഹാൻ, തബ്രീസ് എന്നീ നഗരങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ടെഹ്റാനിൽ 2ഉം ഇസ്ഫഹാനിൽ 3ഉം ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ വാർത്താ ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാനെതിരെ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചാണ് നീക്കം. താൽക്കാലിക സമാധാന കരാറുമായി ബന്ധപ്പെട്ട് USഉം ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന സ്തംഭന അവസ്ഥക്കിടെയാണ് ആക്രമണം നടന്നത്. ഇതിനൊപ്പം ലബനനിൽ ഇസ്രായേലും ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷവും സമാധാന ശ്രമങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. എന്നാൽ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ ഇസ്രായേൽ ഒറ്റപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഏപ്രിലിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഉണ്ടായ പുതിയ സായുധ സംഘർഷം താൽക്കാലികമായി നിർത്തുമെന്ന് ഇസ്രായേലും ഇറാനും അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് താക്കീത് നൽകിയത്. US മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ വ്യോമസേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി ഭീഷണി നേരിടുന്നുണ്ടെന്നും ഹോം ഫ്രണ്ട് കമാൻഡ് പൊതുജനങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വ്യോമസേന അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഹോം ഫ്രണ്ട് കമാൻഡ് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് പ്രാഥമിക നിർദ്ദേശങ്ങൾ നേരിട്ട് നൽകിയിട്ടുണ്ടെന്നും IAF X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ മാരകമായ ബോംബാക്രമണത്തെ തുടർന്നാണ് വീണ്ടും സംഘർഷം ആരംഭിച്ചത്. USമായുള്ള ഏതൊരു സമാധാന കരാർ ലബനനിലെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് ഇറാൻ വടക്കൻ ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തി പ്രതികരിച്ചു. ഇസ്രായേലിൽ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഇറാനിലെ ടെഹ്റാനിലും ഇസ്ഫഹാനിലും തബ്രീസിലും ഇസ്രായേൽ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. സൈനിക നീക്കം ഇസ്രായേൽ US ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെങ്കിലും വൈറ്റ് ഹൌസിനെ നേരിട്ട് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. ഇതോടെ ഇറാൻ വീണ്ടും ഇസ്രായേലിൽ ആക്രമണം നടത്തി. ഇസ്രായേൽ നീക്കങ്ങൾ ഇറാനുമായി നയതന്ത്ര ചർച്ചകളെ തടസ്സപ്പെടുത്തുകയും USൽ നിന്ന് തനിക്ക് കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന ആശങ്കയിലുമാണ് ട്രംപിന്റെ ഈ ഭീഷണി. യുദ്ധം ആരംഭിച്ച് ഏകദേശം 100 ദിവസം പിന്നിട്ടിട്ടും ഇറാനുമായി ഒരു കരാറിലെത്താൻ വൈകുന്നത് കനത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇറാന്റെ പെട്രോ കെമിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ചില ഭാഗങ്ങളും ടെഹ്റാനിലെ സ്ഥലങ്ങളും ഇസ്രായേൽ തിങ്കളാഴ്ച ആക്രമിച്ചിരുന്നു. ഇതിന് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിച്ചതായി ഇറാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ ലബനനെതിരെയുള്ള മാരകമായ ആക്രമണം തുടർന്നാൽ ഇസ്രായേലിനെതിരെ കൂടുതൽ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.